2006 എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിടികൂടുന്ന രാജവെമ്പാല അടിപൊളി ഒരു സംഭവ ബഹുലമായിരുന്നു. കാരണം എനിക്ക് രാജവെമ്പാല എന്താണെന്ന് അറിയില്ല, ആദ്യമായിട്ട് പിടിക്കാൻ പോകുന്നതാണ്. അതിനവസരമൊരുക്കിയതോ തിരുവനന്തപുരം മൃഗശാലയുടെ അന്നത്തെ ക്യൂറേറ്ററായിരുന്ന സദാശിവൻ പിള്ള സാർ. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് സൂവിലെ താൽക്കാലിക ജീവനക്കാരനായ ബൈജു ഭരതന്നൂർ ഞാനുമാണ്. അതിനുപരി അന്നത്തെ ക്യൂറേറ്റർ ഉൾപ്പെടെ അന്നത്തെ മറ്റ് 2-3 ഓഫീസർമാരായിട്ടുണ്ട് വന്നു. ശബരിമല സീസണായിരുന്നു. ആ സീസൺ സമയത്ത് ഇങ്ങനെ ഒരു പാമ്പ് നമ്മുടെ ഗവിയിലേക്ക് പോകുന്ന ഒരു മൂഴിയാറിൽ ഇങ്ങനെ ഒരു ഇരയെ പിടിച്ച് കടിച്ച് കിടക്കുന്നതായിട്ട് കുറേ നാളുകളായിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സൂവിൽ അന്ന് രാജവെമ്പാല ഇല്ലായിരുന്നു. അന്ന് ഞാനവിടെ പോകുന്ന സമയത്ത് അന്നത്തെ ഒരു ഡോക്ടർ അദ്ദേഹം കൂടിയാണ് നമ്മളോട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് രാജവെമ്പാല പിടിക്കാൻ പോകുന്നു, ബൈജു ആദ്യമായിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ എന്നും ഓർക്കുന്നവരുണ്ട്. എന്താ പറയുന്നത്, ഞാനൊക്കെ ഒരു പാമ്പിനെ സേവിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നു, രാജവെമ്പാല നമ്മളെ കടിക്കുകയാണെങ്കിൽ കടിക്കുന്ന സ്ഥലം മുറിച്ച് മാറ്റേണ്ടി വരും, അതിനാണ് ഞാൻ വെട്ടോത്തിയായിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം കട്ടപ്പക സ്വാഹ. എന്തായാലും അതൊന്നുമല്ല, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിരുന്നു. ഡോക്ടർ ജി അങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടായിരിക്കത്തില്ല. രാജവെമ്പാല കടിച്ചാൽ മരുന്നില്ല, ഇവർക്ക് രണ്ടുപേരും, ഞാനും ബൈജുവാണ്. അപ്പോൾ മരണപ്പെട്ടു പോകണമെങ്കിലും അപ്പോൾ മരിക്കാതിരിക്കണമെങ്കിൽ കടി കെട്ടിയതിൻ്റെ മേളോട്ട് മുറിച്ച് മരണമെന്നാണ് ഡോക്ടർ ജയകുമാർ, വെറ്റിനറി ഡോക്ടർ ജയകുമാർ സാർ പറഞ്ഞത്. 100 കണക്കിന് മുറുക്കിനെ അണലിയൊക്കെ പിടിച്ച സമയത്ത് ആദ്യമായിട്ട് രാജവെമ്പാല പിടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഏത് പാമ്പ് സംരക്ഷകൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എനിക്ക് അതല്ല, അതിലൊക്കെ അപ്പുറം ഒരു ആനന്ദമായിരുന്നു. എനിക്ക് ആ കോൾ വന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നി. പിന്നെ ഇവിടുന്ന് അതുവരെ പണ്ടത്തെ അറിയാലോ, പണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഛർദ്ദിക്കും. അതായത് എനിക്ക് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും. വണ്ടി കയറി അപ്പോഴും ഛർദ്ദിക്കും. കാറിൽ ഇവിടുന്ന് കയറിയപ്പോൾ ഛർദ്ദി തുടങ്ങിയാണ്. അവിടെ നിന്ന് പിന്നെ വഴിയിൽ വെച്ച് അവൂമിൻ ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഞാൻ ആ പാമ്പ് അതിഥിയെ കണ്ടു, രാജവെമ്പാല അതിഥിയെ കൃഷ്ണസർപ്പത്തെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ടാണ് ഞാൻ കണ്ണുറങ്ങുക. അതുവരെ ഫുഡൊന്നും കഴിച്ചില്ല. കഴിക്കുന്നതെല്ലാം വാള് വെക്കുന്നുണ്ട്, എല്ലാം ഛർദ്ദിച്ച് പോകുന്നുണ്ടായിരുന്നു. 30-35 പടിക്ക് താഴെ ചപ്പിനകത്ത് ഇങ്ങനെ പത്തി പണം പൊക്കിയിരിക്കുന്ന കണ്ടിട്ടാണ് ജനങ്ങൾ അതിനെ വാച്ച് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്. പിന്നെ അടുപ്പിച്ച് ചേരെ പിടിച്ച് വെച്ചിട്ട് തിന്നുന്നില്ല, കടിച്ചു വെച്ച് അത് കൊന്നുവിടുന്നു. അപ്പോൾ അത് ഈ സ്റ്റെപ്പിൻ്റെ താഴെ നല്ല ഏകദേശം ഇത്രത്തോളം കാടുണ്ടായിരുന്നു. ആ കാടിനകത്ത് ഇത് പതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നമ്മളെ വിളിച്ച് ഞങ്ങൾ രാത്രി എത്തുമെന്ന് പറഞ്ഞ് 11 മണിയോടെ അവിടെ എത്തുന്നു. ആ സമയത്ത് അവർ സെർച്ച് ലൈറ്റൊക്കെ വെച്ച് KCB അല്ലേ, സെർച്ച് ലൈറ്റൊക്കെ വെച്ച് കാത്തിരിക്കുന്നു. എന്തായാലും ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിനെ കണ്ടു. ഞാൻ ആ ചപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ചവിട്ടി പോകുന്ന സമയത്തൊന്നും ഇതിനെ കാണുന്നില്ല. അവർ അവിടെയുണ്ടെന്ന് കാണുന്നില്ല. അവസാനം ഞാൻ നിന്ന സ്ഥലത്ത് എന്തോ ഒരു ചവിട്ടുന്ന സ്ഥലത്ത് ഒരു സ്പോഞ്ച് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചപ്പ് മാറ്റി നോക്കിയപ്പോൾ ചപ്പിനകത്ത് ഇങ്ങനെ ചുരുണ്ട് പെരുമ്പാമ്പിരിക്കുമ്പോൾ അങ്ങനെ ചുരുണ്ടിരിക്കുന്നു. അപ്പം തന്നെ നമ്മളതിനെ കമ്പ് തലയിൽ വെച്ച് പിടിച്ചെടുത്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് അന്ന് ഏകദേശം 10,000-ലേറെ പേര് മൂഴിയാറിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ക്രൗഡായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരുടെയും കയ്യടിയും ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് അതിന് ഞാൻ കഴുത്തിലേക്കിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം കഴുത്തിലിപ്പോൾ ഞാൻ എന്തോ എൻ്റെ ശരീരത്തിൽ ഒരു എനർജി ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി. രാജവെമ്പാല തൊട്ടപ്പോൾ ഉണ്ടായിരുന്ന അപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി. അതിനെക്കൊണ്ട് തിരിച്ചിട്ട് വാണ്ടത്തി കൊണ്ടുള്ള അവസരം ഉണ്ടായി. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് രാജവെമ്പാല തൊടുകയാണ്. പക്ഷേ തൊട്ട സമയത്ത് നല്ല തണുപ്പ് വെച്ചാൽ നല്ല നമ്മൾ ഐസിൽ തൊടുമ്പോഴത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അനുഭവം. അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാധിക്കുന്നു, ഞാൻ പാമ്പുകളെ ആരാധിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിനെ തൊട്ടപ്പോൾ ആരാധിക്കുന്ന ആളിനെ തൊട്ടപ്പോൾ എനിക്ക് ഒരു ലോകത്തെങ്ങും ഇല്ലാത്തൊരു സന്തോഷവും ഒരു സുഖമൊക്കെ എനിക്ക് തോന്നി. അതെന്തായാലും ഇങ്ങോട്ട് തുടങ്ങിയ യാത്ര അപാരമായ യാത്രയായിരുന്നു. ഒരുപാട് കൃഷ്ണസർപ്പങ്ങളെ തൊടാനുള്ള ഭാഗ്യം എനിക്ക് അതിനുശേഷമുണ്ട്. അതിലുപരി അതിനെ പിറ്റേന്ന് ഫോറസ്റ്റ് കസ്റ്റഡിയിലെടുത്ത സാധനത്തിന് അവർ തിരിച്ച് ട്രിവാൻഡ്രം സൂവിലേക്ക് കൊണ്ടുവന്ന സാധനത്തിന് തുറന്നു വിടാനുള്ള അവസരം കിട്ടി. പക്ഷേ അതിന് വയ്യായികയുണ്ടായിരുന്നുള്ളൂ. അത് ഫുഡ് കഴിക്കാൻ പറ്റാതെ, ഫുഡ് കഴിക്കാതെ ഗ്ലാൻഡിന് എന്തോ തകരാറുണ്ടായിട്ട് കിടക്കുന്ന സമയത്താണ് ഈ ചേരയെ ഇങ്ങനെ പിടിച്ചു വെച്ച് ചേര മരിക്കുന്നവരെ പിടിച്ചു വയ്ക്കും. അതിപ്പോൾ അങ്ങ് കളഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജനങ്ങൾക്ക് ശല്യമായപ്പോൾ അവരിങ്ങനെ എന്നിട്ട് അത് അടുത്തുള്ള കോട്ടസിലൊക്കെ പോയിട്ട് ഗേറ്റിൽ കൂടെ കതവിൽ കൂടെ കയറി ഇങ്ങനെ ഞാന്ന് കിടക്കുക, വീടിൻ്റെ മുന്നിൽ കയറി ഞാന്ന് കിടക്കുക. അങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്ക് ഭയം കൊണ്ടാണ് അവർ വിളിക്കുന്നത്. എന്തായാലും അതിനെ പിടിച്ചുകൂടി അവിടെയുള്ള ആൾക്കാരെയൊക്കെ തൊടിയിപ്പിച്ച് ആ ഭയം മാറ്റിയപ്പോൾ അവർക്ക് അവർക്കൊരു ഇത്രയേ ഉള്ളൂ ഇതൊന്ന് എനിക്ക് അവരെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് സൂവിൽ കൊണ്ടുവന്നപ്പോൾ ജേക്കബ് അലക്സാണ്ടർ സാറിൻ്റെ പേരിട്ട് ഹിൽഡി, അതായത് കുന്നിൽ നിന്ന് പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് അതിന് ഹിൽഡി എന്നൊരു നാമം നൽകുകയുണ്ടായി. പക്ഷേ എന്തായാലും അന്ന് നമ്മൾ പരമാവധി നമ്മൾ ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു, അത് കഴിച്ചില്ല. അവസാനം അത് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അത് മരണപ്പെടുന്ന സമയത്ത് ഞങ്ങൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഞാനും കൂടി
ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാരണം എന്നറിയാം, അപ്പോൾ എൻ്റെ ദേഹത്തുള്ള ഓർഗൻസ് എല്ലാം ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഫുഡ് കഴിക്കാറുന്നത്. നല്ല ടയർഡാണ്. അപ്പോൾ അത് മരണപ്പെട്ടു. എൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു. അങ്ങനെ ഏകദേശം 75ഓളം വാമുകൾ, എൻ്റെ അവയവങ്ങളെ നശിപ്പിച്ച വിരകളെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്തു. അതിനെ പഠിക്കാൻ കഴിഞ്ഞു. എന്തായാലും അത് ഇന്ന് അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അന്നത്തെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാർ പറഞ്ഞത്. ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കളയാൻ സാധ്യതയില്ല. ലോകത്ത് ഞാൻ ഒരു പാമ്പതിയിലും ഞാൻ ഭയപ്പെട്ടില്ല. കടിയെ ഞാൻ ഭയപ്പെടാറില്ല. മരണത്തെ ഞാൻ ഒട്ടും ഭയപ്പെടാറില്ല. അതിനെ തൊട്ട സമയത്തും പിടികൂടിയ സമയത്തും എനിക്ക് എന്താ പറയുക, ഒരു പിറ്റേന്നൊക്കെയുള്ള എല്ലാ ചാനലിലും പത്രങ്ങളിലൊക്കെ വാർത്തയാണ്. ഞാൻ ഇന്നും ആ പേപ്പർ കട്ടിങ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ 2006 25 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പേപ്പർ കട്ടിങ് ഞാൻ ഇന്നും സൂക്ഷിച്ച് കാണുമ്പോൾ ആദ്യമായിട്ട് ഒരു രാജനാഥത്തെ പിടികൂടുന്നതും അദ്ദേഹത്തിനെ കാണാനും തൊടാനും ഒക്കെ ഉള്ള ഒരു അവസരം നമുക്ക് കിട്ടി. അത് ഒരുപാട് പേർ വർഷങ്ങളായി കിട്ടാത്ത, പലർക്കും ഇന്ന് 20-25 വർഷമായി രാജഗോപാലെ പിടിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ അവസരത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ തുടങ്ങുന്ന കാലം തുടർന്ന് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ അതിഥിയെ പിടിവിടാൻ കഴിഞ്ഞു. അദ്ദേഹം രാജഗോപാൽ അതിഥിയെ പിടിവിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അന്ന് ഒന്നിൽ തുടങ്ങിയ യാത്ര ഇന്ന് 238 കൃഷ്ണസർപ്പങ്ങളെ പിടിക്കാനുള്ള ഒരു അവസരവും ഭാഗ്യവും എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്.